പാചകത്തിലൊക്കെ പിച്ച വെച്ച് തുടങ്ങിയ ആൾക്കാരില്ലേ, അവർക്കൊക്കെ പറ്റിയ ഒരു ബിഗിനേഴ്സ് റെസിപ്പിയാണെന്ന്. ഒട്ടും ഫ്ലോപ്പ് ആവില്ല, ധൈര്യമായിട്ട് ചെയ്യും. ഈ ചുവന്ന കളർ പരിപ്പ് 1/4 കപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്. ചുവന്ന കളറിന്റെ കറക്റ്റ് പേരറിയില്ല, അതില്ലെങ്കിൽ സാമ്പാർ പരിപ്പായാലും മതി. ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 വെളുത്തുള്ളി ചതച്ചത്, പകുതി തക്കാളി, ഒരു 3 പച്ചമുളക് കീറിയത് എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വിസിലിട്ട് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഈ 3 വിസിലും പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്ത് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 200 ഗ്രാം പടവലം എടുത്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് നേർക്ക് അരയ്ക്കണ്ട. ഞാനിത് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് വറ്റിച്ച് കളയണ്ട, പരിപ്പും തേങ്ങയും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കുറുകിക്കോളും. ഇനി ഇതിൽ ചെറിയൊരു കടുക് താളിപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഞാൻ കടുക് താളിച്ച് അപ്പം തന്നെ അടയ്ക്കും, ആ ഒരു മണം കിട്ടാനായിട്ട്. ഈ ഒഴിച്ചേറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.